What's guys, welcome back to our channel. അപ്പോൾ ഗൈസ് നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഗെയിം പ്ലേ കാര്യങ്ങളൊന്നും നമ്മൾ പ്രാവശ്യം വെച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫ്രീ ഫയർ പോലത്തുള്ള ഗെയിംസൊക്കെ നമുക്ക് മൊബൈലിൽ മാത്രമായിട്ടേ കളിക്കാൻ കഴിയുള്ളൂ. പക്ഷേ അത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് എമുലേറ്റേഴ്സൊക്കെ യൂസ് ചെയ്ത് പി സിയിലും കളിക്കാം. പക്ഷേ എല്ലാ എമുലേറ്റേഴ്സും എല്ലാ കമ്പ്യൂട്ടറിലും വർക്കാവണമെന്നില്ല. കാരണം ലോ എൻഡ് പി സിക്കാരുണ്ടാവും, അല്ലാതെ നല്ല ഹൈറ്റിനായിട്ടുള്ള പി സിയിലുള്ളവരുണ്ടാവും. പക്ഷേ ലോ എൻഡ് പി സിക്ക് നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് എമുലേറ്റേഴ്സ് ഒന്നും വർക്കാവില്ല. അപ്പോൾ നല്ല ലാഗ് അടിക്കുക. അപ്പോൾ അതെനിക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ ഒട്ടും ലാഗ് അടിക്കാതെ നമുക്ക് എങ്ങനെയാണ് ഫ്രീ ഫയർ പോലുള്ള ആൻഡ്രോയിഡ് ഗെയിംസ്, അതും ആൻഡ്രോയിഡ് എമുലേറ്റർ യൂസ് ചെയ്ത് പി സിയിൽ കളിക്കുക എന്നാണ് ഗൈസ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇതൊരു അടിപൊളി വീഡിയോ ആണ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതെ ഫുൾ സ്കിപ്പ് അടിച്ച് പോയി കാണരുത്, കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈസ് നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം BlueStacks എന്ന എമുലേറ്റർ. പക്ഷേ BlueStacksൻ്റെ 5 വെർഷനാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. BlueStacks 5 എന്ന് പറയും. നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം, ഇതാ എൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് കണ്ടില്ലേ, ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടീ ലോഞ്ചറിൻ്റെ അപ്പുറത്തായിട്ടുണ്ടല്ലേ BlueStacks 5. അപ്പോൾ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ ഗൈസ് പറയാൻ പോകുന്നത്. ഏതൊരു ലോ എൻഡ് പി സിക്കാർക്ക് ഇത് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു സ്മൂത്തായിട്ട് വർക്കാവും, ഒരു ലാഗ് പോലും ഇല്ലാതെ നമുക്ക് വർക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതിൽ ഫ്രീ ഫയർ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കീ മാപ്പിംഗ് കാര്യങ്ങൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ BlueStacks 4ൽ നമ്മൾ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം കീ മാപ്പ് ചെയ്ത് തരും. പക്ഷേ ഇതിന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല, നമ്മൾ തന്നെ ചെയ്തെടുക്കണം. ഓക്കെ, അത് സിമ്പിളാണ്. നിങ്ങൾ അല്പം ഒരു കുറച്ച് നിമിഷം നേരത്തേക്ക് നിങ്ങളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വലിയ കഷ്ടപ്പാടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെക്കാവുന്നൊരു പാടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് പ്ലസ് ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ എൻ്റെ പറഞ്ഞല്ലോ പാർട്ട് 2 അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾ അതിലേക്ക് ആദ്യമായിട്ട് BlueStacks എന്ന് ടൈപ്പ് ചെയ്യുക. വെറുതെ ടൈപ്പ് ചെയ്യുക, BlueStacks 5 എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ BlueStacks എന്ന് അടിച്ചിട്ട് 5 എന്ന് കൊടുക്കുക. എന്നിട്ട് വെറുതെ കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഡൗൺലോഡ് ഫോർ PC അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗൈസ് ഒന്ന് നന്നായിട്ട് കറങ്ങി ലോഡായി അവിടേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഒരു ലിങ്കാണ്, അത് BlueStacksൻ്റെ തന്നെ സൈറ്റാണ്, അവിടേക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ BlueStacks 5 ലൈറ്റർ ഫാസ്റ്റർ ഗെയിംസ് ഓൺ ലോ സ്പെക്സ് PC എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലിങ്ക് തന്നെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് BlueStacksൻ്റെ സൈറ്റാണ്. ഓക്കെ, അപ്പോൾ ആ സൈറ്റിൽ തന്നെ കയറി ഡൗൺലോഡ് ചെയ്യുന്നതാണ് നല്ലത്. അതിലിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു BlueStacks 5 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട് 40% ഫാസ്റ്റ് സെറ്റപ്പ് ടൈം, 40% ലെസ് റാം യൂസേജ്, ലാർജസ്റ്റ് ഗെയിം ലൈബ്രറി, പിന്നെ ട്രസ്റ്റഡ് ബൈ 5 മിനിറ്റ്സ്. അതൊന്നും നോക്കണ്ട ഗൈസ്. അപ്പോൾ ഇത് ഈ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഇത് റിയലാണ്. ഓക്കെ, ഷുവറാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് നടക്കും. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആയി വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൂപ്പറായിട്ട് കളിക്കാനും പറ്റും. അപ്പോൾ ഗൈസ് ഇതിൻ്റെ സൈഡിലായിട്ട് ഡൗൺലോഡ് BlueStacks 4 എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം അതിലെല്ലാം ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് തരും. ഇതിൽ നമ്മൾ ചെയ്യണം, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇതിൽ ട്രൈ BlueStacks ബീറ്റ എന്ന് കൊടുത്തിരിക്കില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ താഴെ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനൊരു ഓപ്ഷൻ വരും. ഇത് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിട്രൈ ഡൗൺലോഡ് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ BlueStacksൻ്റെ ഇൻസ്റ്റാളറിൻ്റെ സെറ്റപ്പ് ഇവിടെ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇത് ഫുൾ ഡേ ഡൗൺലോഡ് ആകുമ്പോൾ സാധാരണ BlueStacks 4നെ കാട്ടി കുറച്ചുകൂടെ ഒരു എഫക്റ്റ് ഉള്ള ഐക്കണാണിത്. എന്നിട്ട് നിങ്ങൾ ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കട്ട് ആയി. ഞാൻ ഇവിടെ ഇപ്പോൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഓൾറെഡി ഉണ്ട്. പെട്ടെന്നാവുന്നതാണ്. ഓക്കെ, മിനിറ്റുകൾക്കാവും ഇത് ഡൗൺലോഡായി ഇൻസ്റ്റാളായി വരും. ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഇനി ഇൻസ്റ്റാളേഷനും കൂടെ ഉള്ളൂ ഗൈസ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോം നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ദിസ് PC അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എടുത്തിട്ട് നല്ല ഡൗൺലോഡ്സിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഡൗൺലോഡ്സ് പോകുമ്പോൾ ഫസ്റ്റ് തന്നെ BlueStacks ഇൻസ്റ്റാളർ 5 എന്ന് കൊടുത്തേക്കും. ഇത് 4ൻ്റെ ഇൻസ്റ്റാളറാണ്. ഓക്കെ, 4 എന്ന് കൊടുത്തിരിക്കുന്ന ഒരു താഴെ ഒരു വര കൊടുത്തിട്ട് 5 ആണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ 5ൻ്റെ ഇൻസ്റ്റാളർ. അത് ഡബിൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അവിടേക്ക് റൺ എന്നൊരു ഓപ്ഷൻ വരും, അത് റൺ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ആവാൻ വരും. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക, ഇൻസ്റ്റാൾ ആവും ഗൈസ്. അപ്പോൾ അത് ഫുൾ ഇൻസ്റ്റാളായി
പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആകുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും വരും. അപ്പോൾ അതിനൊരു മൾട്ടി ഇൻസ്റ്റൽ അങ്ങനെ എന്തോ സംഭവമുണ്ട്. പിന്നെ ബ്ലൂസ്റ്റാക്സ് 5 ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അറ്റത്താണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് 2 വർഷം ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വരും നിങ്ങൾക്ക് ഡൗൺലോഡ് ആയതിനു ശേഷം. അല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഗൈസ് കണ്ടില്ലേ, നമ്മൾ ബ്ലൂസ്റ്റാക്സ് 4 പോലും ഇത്രയും ഫാസ്റ്റായിട്ട് വരില്ല. ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഫുൾ സ്ക്രീൻ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇത് താഴെ ഇവിടെ ഡൗൺലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്രയും വേഗം തന്നെ ഡൗൺലോഡായി വരും. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ഇതിൽ സാധാരണ പോലെ തന്നെയാണ് നമ്മളെന്താ പ്ലേ സ്റ്റോർ എടുക്കുക, അതിൽ തന്നെ സൈനിങ് കാണും. അപ്പോൾ തന്നെ സൈനിങ് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ ID എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് അടിച്ച് കൊടുത്തിട്ട് നിങ്ങൾ സൈൻ ഇൻ. ഓക്കെ, അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമ്മൾ ഏത് ഫോണിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതിൽ മാറ്റാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 GB റാം ഒരു 1 GB റാം ഉള്ള ലാപ്ടോപ്പാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ്, അതിൽ ഗ്രാഫിക്സ് കാർഡ് നല്ലൊരു ഗ്രാഫിക്സ് കാർഡൊന്നും ഇല്ലെങ്കിൽ ഇതിൽ സെറ്റിങ്സിൽ കുറച്ച് ലോ ആയിട്ട് ഇട്ടാൽ മതി. ഓക്കെ, ഇതിലിപ്പോൾ എൻ്റെ കിടക്കുന്നത് 720p-യിലാണ്. 720p-യിൽ 1 എത്രയാണ് കണ്ടാണെന്ന് ഞാൻ നോക്കട്ടെ. ഇൻറ്റു 720 എന്നാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റി കുറച്ച് ലോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ലോ ആയിട്ട് പീസിൽ സൂപ്പറായിട്ട് വർക്കാം. ഇതിപ്പോൾ എൻ്റെ 4 GB റാമുണ്ട്, പക്ഷേ ഗ്രാഫിക്സ് കാർഡ് നല്ലതില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 720-യിലാണ്. അത് റെക്കമെൻഡഡ് ആയിരിക്കും. എൻ്റെ കേസ് പെട്ടെന്ന് തന്നെ വന്നു. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ എടുത്ത ഗെയിംസൊക്കെ വരും. ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കില്ല, ഒരു ബ്ലൂ കളർ ആയിരിക്കും, വേറെ ആനിമേഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കേസ് ഇതിലിപ്പോൾ ഞാൻ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ഇത് ക്ലിക്ക് ചെയ്യുക, അതായത് പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്യുക. പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങ് സൈൻ ഇൻ ചെയ്യാൻ വരും. സൈൻ ഇൻ കൊടുക്കുക, അത് റെഡിയാക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഗൈസ് ഇതിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഈ സിസ്റ്റം ആപ്സ് ഒന്ന് പോയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഡിസേബിളും കൂടെ ചെയ്തതിന് മുമ്പ് ഏത് ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ബ്ലോഗിങ് ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു എങ്ങനെ ആൻഡ്രോയിഡിൽ ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് അത്രയും കിട്ടും. അപ്പോൾ അതായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലല്ല ഈ ആപ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ പോയിട്ട് ആപ്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് എടുക്കുമ്പോൾ തന്നെ ടൈമൊക്കെ തെറ്റായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല, അത് തന്നെ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ശരിയാവും. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പണായി വരും. കാരണം ഇപ്പോൾ ആൻഡ്രോയിഡ് ഓപ്പൺ ആയതേ ഉള്ളൂ, അതുകൊണ്ട് ആൻഡ്രോയിഡ് എല്ലാം സ്റ്റാർട്ടായി അത് ലോഡിംഗ് ഒക്കെ കാണിച്ച് വരും. അപ്പോൾ ഗൈസ് ഇനി നിങ്ങൾക്ക് മേളിൽ ഫ്രീ ഫയറിന് എന്തോ മെസ്സേജ് ഒന്ന് നടപ്പുണ്ട്. ഇനിയിപ്പോൾ ഗൈസ് ആപ്സ് എല്ലാം ലോഡായി വരണം. കാരണം ഇത് ഒരുപാട് ആപ്സ് പ്രീ ലോഡഡ് ആയിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ഡിസേബിൾ ചെയ്ത് കളയാം. അപ്പോൾ അത്രയും സ്റ്റോറേജ് സ്പേസ് കിട്ടും. അപ്പോൾ ഗെയിമിങ്ങിനൊക്കെ അത്രയും സ്റ്റോറേജ് സ്പേസ് കിട്ടും. ഓക്കെ, ഇതിൽ ഈ ആൻഡ്രോയിഡ് കീബോർഡ് അതൊന്നും നിങ്ങൾ ഡിസേബിൾ ചെയ്തില്ല. ഈ കാൽക്കുലേറ്റർ ഉണ്ട്, അതെടുക്കുക. പിന്നെ കലണ്ടർ ഉണ്ട്, ക്യാമറ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട്. അത് നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട്. ഓ ഗൈസ് അത് പോയല്ല. അപ്പോൾ ഗൈസ് കാൽക്കുലേറ്റർ എടുത്തതിന് ശേഷം നിങ്ങൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ഡിസേബിൾ കൊടുക്കുക. അപ്പോൾ ഡിസേബിളിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഡിസേബിൾ ആപ്പ് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇത് എനിക്ക് തോന്നുന്നു 64 GB സ്റ്റോറേജ് ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇനി ഞാൻ സെറ്റിങ്സിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഓക്കെ, അതിന് മുമ്പ് ഗൈസ് ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും ഞാൻ നോക്കിക്കോട്ടെ, അത് ഞാൻ നോക്കിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്താൽ എൻ്റെ സ്റ്റോറേജ് അറിയാം. 64 GB സ്റ്റോറേജ്, അല്ല 5 GB ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ സ്പേസ് കിട്ടും. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാമെന്നാണ്. അതിനായിട്ട് നിങ്ങൾ ഈ സൈഡിൽ ഒരു അറ്റത്തൊരു ചെറിയ ഐക്കൺ കാണാം, സെറ്റിങ്സ് ഒന്ന്. ഈ സെറ്റിങ്സ്, അതായത് ആൻഡ്രോയിഡിൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് അല്ല, ഈ ബ്ലൂസ്റ്റാക്സിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അറ്റത്ത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇനി ഇതിൽ മീഡിയം കോഴ്സ് ഇതിൽ നിങ്ങൾക്ക് റെക്കമെൻഡഡ് ആയിട്ട് വരും. ഓക്കെ, അതിൽ തന്നെ വരും മീഡിയം കോഴ്സ് 2 കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കസ്റ്റം MB അങ്ങ് കൊടുത്താൽ മതി, വേറെ അതിലൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റം അല്ലാതെ ഇടാം. അതായത് നമുക്ക് ഹൈ 2 GB റാമോ 1 GB അങ്ങനെ മെമ്മറിയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളിതാ ഇവിടോട്ട് വരുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിലിപ്പോൾ നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഹൈ കുറച്ച് വേണമെങ്കിൽ ഇത് 720 ഇട്ടാൽ മതി ഗൈസ്, അല്ലെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് കുറയും. അപ്പോൾ ഇത് വിഡ്ത്തും ഇത് സംഭവമാണ്. ഓക്കെ, 1280 × 720 ആണ് ഇട്ടിരിക്കുന്നത്. അത് തന്നെ നിങ്ങൾ ഇട്ടാൽ മതി. ഓക്കെ, അത് നല്ല കുറച്ചുകൂടെ നല്ല PC ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 180 ഒക്കെ ഇടാം. ഇനി നിങ്ങൾ താഴെ ഇവിടെ മീഡിയം കൊടുത്തിരിക്കുക, 240 DPI മീഡിയം കൊടുക്കുക. അത് കഴിഞ്ഞ് ഗൈസ് ഗ്രാഫിക്സിൽ നിങ്ങളുടെ ഇവിടെ പെർഫോമൻസ് കൊടുത്തേക്കുക. അതിന് താഴെയായിട്ട് ഗ്രാഫിക്സ് റെൻഡറിൽ OpenGL കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ അതിൽ തന്നെ വരും ഇവിടെ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. ഇനി പ്രിഫറൻസ് ഉണ്ട്, അത് നമുക്കിവിടെ എന്താ പറയുക ലാംഗ്വേജ് ഉണ്ട്. പിന്നെ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഡിവൈസ് സെറ്റിങ്സ് ഇതിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഇതിലിപ്പോൾ നെറ്റ്വർക്ക് പ്രൊവൈഡർ അങ്ങനെ ഒരുപാടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫോൺ എന്തെങ്കിലും നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ ഏതാണോ കൊടുക്കുന്നത് അതാണ് കൊടുത്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ S20 Ultra കൊടുക്കാം.
ഇത് വോഡഫോണോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ എയർടെൽ, ഓക്കെ അത് കിടക്കട്ടെ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് മിക്കവാറും ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഗൈസ്. ഇപ്പോൾ ഇതിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് വലിയതായിട്ട് ഇപ്പോൾ എന്താ പറയുക, നിങ്ങളിപ്പോൾ ഇതിലല്ല, നിങ്ങൾ ഗ്രാഫിക്സിലാണ് കണ്ട്, അതായത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ആകാൻ വരെ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, റീസ്റ്റാർട്ട് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ കുറേ മെസ്സേജ് ഒന്നല്ലോ, നോക്കട്ടെ ഗൈസ്. ഗോൾഡ് റോയൽ ഇതൊരു എന്തോ ഒരു ടോപ്പപ്പിൻ്റെ പ്രൊമോ ആവട്ടെ. ഇത് നമുക്ക് ഒന്നെങ്കിൽ ഡ്രാഗ് ചെയ്ത് മാറ്റാം, ഇല്ലെങ്കിൽ അവിടെ ക്ലിയർ ഓൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ആപ്സ് ആണോ ഡൗൺലോഡ് ചെയ്യുക. ഗൈസ് ഇനി ഫ്രീ ഫയറിൽ എങ്ങനെയാണ് നിങ്ങൾ സ്കീ മാപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് കളിക്കുക എന്നുള്ള വീഡിയോ ഞാൻ അടുത്ത പാർട്ട് 2 ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജസ്റ്റ് ട്യൂട്ടോറിയൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലും അടിപൊളിയായിട്ടുള്ള അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ അതുവരെ ഗൈസ് ഗുഡ് ബൈ.